ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് നൗൺസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് സ്ട്രക്ചർ ആയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു സെന്റൻസിലെ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓബ്ജക്റ്റും എന്തായിരിക്കും, നൗണോ പ്രൊനൗണോ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് നൗണ്. ഇംഗ്ലീഷില് നൗണ് എന്ന് പറഞ്ഞ ഒരു വസ്തുവിന്റെയോ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഐഡിയയുടെയോ പേരാണ് നൗണ്. ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ ജോൺ നൗൺ എക്സാമ്പിൾ ആണ്. സ്ഥലത്തിന്റെ എക്സാമ്പിൾ പറയുമ്പോൾ കേരള, ഇന്ത്യ, ഇതൊക്കെ നൗൺ എക്സാമ്പിൾസ് ആണ്. ഒരു ഐഡിയയുടെ എക്സാമ്പിൾ പറയുമ്പോൾ ലവ് അല്ലെങ്കിൽ ഹെയ്റ്റ്. ഒരു വസ്തുവിന്റെ പറയുമ്പോൾ എ പെൻ, എ ബുക്ക്, ഇതൊക്കെ നൗണിന്റെ എക്സാമ്പിൾസ് ആണ്. നൗണിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാറ്റഗറീസ് ഉണ്ട് നൗണിന്. വേറെയും ഒരുപാട് കാറ്റഗറീസ് ടീച്ചേഴ്സ് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് പോകാം. നൗണിന് വേണ്ടി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന രണ്ട് കാറ്റഗറീസ്, ഒന്നുകിൽ ഒരു നൗണ് കൗണ്ടബിൾ ആണോ അതോ അൺകൗണ്ടബിൾ ആണോ. വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് നൗണ് പ്രോപ്പർ നൗൺ ആണോ അതോ കോമൺ നൗൺ ആണോ. നമുക്ക് ഒന്നാമത്തെ കാറ്റഗറി നോക്കാം. ഒരു നൗണ് കൗണ്ടബിൾ ആണോ അതോ അൺകൗണ്ടബിൾ ആണോ. കൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ ആ നൗണിന് ഒരു പ്ലൂറൽ വേർഷൻ ഉണ്ടായിരിക്കും. അതിനെ നമുക്ക് പ്ലൂറൽ ആക്കാൻ വേണ്ടി കഴിയും. അതിനെ നമുക്ക് എണ്ണാൻ കഴിയും. ഉദാഹരണത്തിന് എ പെൻ എന്ന് പറയുമ്പോൾ അതിന് പ്ലൂറൽ എന്താണ്, പെൻസ് എന്ന് പറയാൻ കഴിയും. നമുക്ക് അവിടെ എ പെൻ, 2 പെൻസ്, 3 പെൻസ് എന്ന് നമുക്ക് എണ്ണി പോവാൻ വേണ്ടി കഴിയും. പക്ഷെ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പ്ലൂറൽ വേർഷൻ അതിനുണ്ടായിരിക്കില്ല. എന്ന് വെച്ചാൽ അത് നമുക്ക് എണ്ണാൻ വേണ്ടി കഴിയില്ല. ഉദാഹരണത്തിന് വാട്ടർ, നമുക്ക് എന്ത് പറയാൻ കഴിയില്ല, വാട്ടേഴ്സ് പറയാൻ കഴിയില്ല. 1 വാട്ടർ, 2 വാട്ടേഴ്സ് തെറ്റാണ്. കാരണം വാട്ടർ എന്താണ്, അൺകൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ നൗൺസിന്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാൻ ഈസിയാണ്. നമ്മുടെ മുന്നിലുള്ള ഏറെക്കുറെ എല്ലാ ഒബ്ജക്ട്സും കൗണ്ടബിൾ ആണ്. അതിനെല്ലാം പ്ലൂറൽ വേർഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അൺകൗണ്ടബിൾ നൗൺസിന്റെ എക്സാമ്പിൾസ് നമ്മൾ വാട്ടർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ മിൽക്ക്, ബ്രെഡ്, സാൻഡ്, ഏകദേശം ലിക്വിഡ് ഫോമിലുള്ള എല്ലാ ഓബ്ജക്ട്സും അൺകൗണ്ടബിൾ ആണ്. മാത്രമല്ല ഒരുപാട് ഐഡിയാസ്, ലവ്, ഹെയ്റ്റ്, ഇതേപോലുള്ള ഐഡിയാസ് ഒക്കെ എന്താണ്, അൺകൗണ്ടബിൾ നൗൺസിന്റെ എക്സാമ്പിൾസ് ആണ്. അൺകൗണ്ടബിൾ നൗൺസിന് വേണ്ടി നമുക്ക് വേറെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമുക്ക് വെക്കാം. രണ്ടാമത്തെ ഡിവിഷൻ, ഒരു നൗണ് പ്രോപ്പർ നൗൺ ആണോ അതോ കോമൺ നൗൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നൗണ് ഒരു പ്രത്യേക ഓബ്ജക്റ്റിന് വേണ്ടി നമ്മൾ പ്രത്യേകം അതിനു വേണ്ടി മാത്രം കൊടുത്തേക്കുന്ന നൗൺ ആണെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. പക്ഷെ അതൊരു ക്ലാസിന്റെ പേരാണെന്നുണ്ടെങ്കിൽ, ഒരു വിഭാഗത്തിന്റെ പേരാണെന്നുണ്ടെങ്കിൽ അത് കോമൺ നൗൺ ആണ്. മാൻ അല്ലെങ്കിൽ ബോയ്, ഇതൊക്കെ കോമൺ നൗൺ ആണ്. ഇതൊരാളെ പ്രത്യേകം ഒരാളെ വിളിക്കുന്ന ഒരു പേരല്ല. കാരണം ബോയ് എന്ന് പറയുമ്പോൾ ബോയ് എന്ന ഫീച്ചേഴ്സുള്ള എല്ലാവരും എന്താണ്, ബോയ്സ് ആണ്. പക്ഷെ ഒരു ബോയിനെ നമ്മൾ ജോൺ എന്നോ മാർട്ടിൻ എന്നോ പ്രത്യേകം ഒരു പേര് കൊടുത്ത് വിളിക്കുമ്പോൾ എന്താണ്, അത് പ്രോപ്പർ നൗൺ ആണ്. എന്തുകൊണ്ടാണ് നൗൺസിനെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് കാറ്റഗറീസിനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ ആ കാറ്റഗറിയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം നൗൺസിനെ നമ്മൾ ഒരു സെന്റൻസിൽ കൊണ്ടുവരുന്ന കേസിൽ ആർട്ടിക്കിൾസിന്റെ യൂസ് നമ്മൾ പക്ക യൂസ് ചെയ്തിരിക്കണം. ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എ, എൻ, സ അല്ലെങ്കിൽ 0. ഈ ആർട്ടിക്കിൾസിന്റെ യൂസേജ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം ഒരു നൗണിനെ ഒരു സെന്റൻസിൽ കൊണ്ടുവരുന്ന കേസിൽ. അത്തരം കേസിൽ നമ്മൾ ഒരു നൗണ് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് അറിയല് നമുക്ക് മസ്റ്റ് ആണ്. ഇല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ യൂസ് നമുക്ക് തെറ്റിപ്പോകും. ഇതിനെ കുറിച്ച് വേറൊരു വീഡിയോ നമുക്ക് ഇറക്കാം. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരു നൗണ് കോമൺ ആണോ പ്രോപ്പർ ആണോ എന്ന് നോക്കാൻ വേണ്ടി കാരണം, ഒരു നൗണ് പ്രോപ്പർ നൗൺ ആണ് എന്നുണ്ടെങ്കിൽ ആ നൗണ് സെന്റൻസിന്റെ എവിടെ വന്നാലും, സെന്റൻസിന്റെ മിഡിലായാലും എൻഡിലായാലും എവിടെ വന്നാലും അതിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും നമ്മളവിടെ ക്യാപ്ലെസ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. എപ്പോഴും അതിന്റെ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപ്പ് ആയിരിക്കണം. നൗൺസിനെ കുറിച്ച് നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒരു സെന്റൻസിൽ സബ്ജക്റ്റും ഓബ്ജക്റ്റും ഒന്നുകിൽ നൗണോ അല്ലെങ്കിൽ പ്രൊനൗണോ ആയിരിക്കും. നൗൺ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ഐഡിയയുടെ പേരായിരിക്കാം. അതേപോലെ തന്നെ വേറെ ഒരു ടേക്ക് അവേ പോയിന്റ്, എല്ലാ വേർബിന്റെയും ING ഫോം നമ്മൾ ജോയിന്റ് എന്ന് വിളിക്കും. എല്ലാ വേർബിന്റെയും ING ഫോമിനെ നമ്മൾ നൗൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ അഡ്വാൻസ്ഡ് ഗ്രാമർ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇതുകൂടെ അറിഞ്ഞിരിക്കുക. നമുക്ക് ഒരു സെന്റൻസിനെ നമുക്ക് എന്താക്കി മാറ്റാൻ വേണ്ടി കഴിയും, ഫ്രൈസ്, നൗണിന്റെ ഫ്രൈസ് ആക്കി മാറ്റാൻ നമുക്ക് വേണ്ടി കഴിയും. പിന്നെ എക്സ്ട്രാ ടേക്ക് അവേ പോയിന്റ് നമ്മൾ ഇപ്പൊ നോക്കേണ്ട ആവശ്യമില്ല.
നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി പോകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കണം, ഒരു നൗണിനെ ഒരു സെന്റൻസിൽ നമ്മൾ കൊണ്ടുവരുന്ന കേസിൽ അതിന് അവിടെ ആർട്ടിക്കിൾസിന്റെയും പ്രപ്പോസിഷന്റെയും ചെക്ക് നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഇതൊക്കെ എന്താണ് നമുക്ക് വഴിയെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം. ഇപ്പൊ നൗൺ എന്താണ്, ഏതൊക്കെയാണ് എക്സാമ്പിൾസ് മാത്രം അറിഞ്ഞിരിക്കുക.